ലവ് ദാറ്റ് ചേഞ്ചസ്. നമ്മെ മാറ്റുന്ന സ്നേഹമെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഹൃദയത്തിൽ ആദ്യം വരേണ്ട ചിന്ത യേശുവായിരിക്കണം. വേറൊന്നും വരില്ല. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ യേശുവിൽ കൂടെ കാണാനുള്ള ഭാഗ്യമുണ്ടായെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റി നിർത്താൻ സാധിക്കും. സ്നേഹമെന്ന് പറയുന്നത് ദൈവം തമ്പുരാൻ തന്നെയാണ്. ദൈവം സ്നേഹമാകുന്നു. ഭൂമി ദൈവം സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ അവിടെ തൻ്റെ സ്വരൂപത്തിലുണ്ടാക്കിയതിൻ്റെ ഏക ഉദ്ദേശം ഫെലോഷിപ്പ് അല്ലെങ്കിൽ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പകരുക എന്നുള്ള. കുടുംബജീവിതം, ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് കൂടുന്നത് സ്നേഹം പകരാനാണ്. അപ്പനും അമ്മയും മക്കളുമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധം പുതുക്കാൻ. ഈ സ്നേഹചങ്ങലയില്ല എങ്കിൽ, അത് വരാൻ പോകുന്നുണ്ട്, സ്നേഹചങ്ങലയില്ല എങ്കിൽ മനുഷ്യൻ മൃഗത്തെക്കാട്ടിലും മോശമായി മാറും. ഇനിയിപ്പോൾ അപ്പനാരെ അമ്മ ആരെ എന്നറിയാൻ വയ്യാതെ ക്രോമസോൺസ് തമ്മിൽ ചേർത്ത് ആർട്ടിഫിഷ്യലായിട്ട് മനുഷ്യനെ ഉണ്ടാക്കി, ടെസ്റ്റ് ട്യൂബിനകത്ത് മനുഷ്യനെ ഉണ്ടാക്കി, അപ്പനാരെ അമ്മ ആരെ എന്നറിയാൻ വയ്യാത്ത ഒരു തലമുറ ഉണ്ടാക്കി വെച്ചാൽ ദൈവവുമില്ല മനുഷ്യനുമില്ലാത്ത സ്റ്റേജിലേക്ക് മാറിപ്പോകും. അതൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യൻ എന്നൊക്കെ കാണിച്ചാലും സൊദോം ഗൊമോറ ഉണ്ടാക്കിയപ്പോൾ ദൈവം തമ്പുരാന് ദൂരെ കളഞ്ഞു, തീ കത്തിച്ച് കളയുക ചെയ്തത്. മനുഷ്യൻ ബാബേൽ ടവർ ഉണ്ടാക്കി, ദൈവത്തിൻ്റെ അത്രയും സ്വർഗത്തോളം എത്താമെന്നും പറഞ്ഞുണ്ടാക്കി, ഭാഷ കലക്കി ദൈവം അതിനെ ഇല്ലാതാക്കി. ഏദൻ തോട്ടത്തിൽ വെച്ച് ഹൗവ ദൈവത്തിൻ്റെ മകളായിട്ട് ദൈവത്തെപ്പോലെ ഇനി എന്തോന്നാകണമെന്നും പറഞ്ഞ് ചിന്തിച്ചു. അതോടുകൂടി പറുദീസ നഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലായിടത്തും നോക്കുമ്പോഴും എവിടെയെല്ലാം മനുഷ്യൻ ദൈവത്തിനെ ഉപരിയായിട്ടല്ലേ ദൈവത്തിനെ മറികടന്ന് ചിന്തിക്കുന്നുവോ അവിടെയെല്ലാം പാപത്തിൻ്റെ ഒരു ഇഫക്റ്റാണ് കാണുന്നത്. പാപം ദൈവം സൃഷ്ടിച്ചതാണോ എന്ന് ചോദിച്ചാൽ പാപം ദൈവം സൃഷ്ടിച്ചതല്ല. മനുഷ്യൻ സൃഷ്ടിച്ചതാണോ? അല്ല. പാപം എന്ന് പറയുന്നത് നമ്മൾ പിശാചിൻ്റെ അടിമത്വത്തിൽ വന്നിട്ട് ദൈവത്തിന് എതിരായിട്ട് ചിന്തിച്ചപ്പോൾ ഉണ്ടായ ഒരു കാര്യമാണ്. ദൈവം സൃഷ്ടിച്ചതല്ല, നമ്മളുണ്ടാക്കി വെച്ചത്. പിശാച് കൊണ്ടുവന്ന ചിന്തയിലേക്ക് നമ്മൾ കയറിച്ചെന്ന് ആ പാപത്തിനെ നമ്മൾ സ്വീകരിച്ചു. അതിന് ദൈവത്തെ പോലെ ആകാൻ. ദൈവം പോലെ അല്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ മക്കൾ എൻ്റെ കൂട്ടല്ലാതെ എങ്ങനെ? ഇപ്പോൾ എൻ്റെ അമ്മയുടെ അതേ രൂപമാണ് എനിക്കിപ്പം പ്രായമാകും തോറും. ബിക്കോസ് അമ്മയുടെ ചെറുപ്പത്തിൽ ഞാൻ അറിയത്തില്ല, ഓർക്കുന്നില്ല. പക്ഷേ അമ്മ പ്രായമായപ്പോൾ അതേ മുഖച്ഛായ, അതേ രൂപം, അതേ ഭാഷ എനിക്ക് വരുന്നത് എന്താ? ബിക്കോസ് ദ ജീൻ ഈസ് ദെയർ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹമാണ് എന്നിലും നിങ്ങളിലും പകരുന്നത് എങ്കിൽ ക്രിസ്തുവിനെ പോലെ തന്നെ ആയിത്തീരണം. ലവ് ദാറ്റ് ചേഞ്ചത്ത് എവ്രിതിങ്. അതാണ് ലവ് എന്ന് പറയുന്നത്. നമ്മളെയാണ് മാറ്റുന്നത്, വേറൊരാളെയല്ല മാറ്റുന്നത്, എന്നെ മാറ്റുകയാണ്. എന്നിൽ കൂടെ ഈ സ്നേഹനദി ഒഴുകാൻ തുടങ്ങുമ്പോഴാണ്, ഞാൻ ദൈവത്തിൻ്റെ പ്രതിച്ഛായ ആകുമ്പോഴാണ് എന്നെക്കൊണ്ട് പ്രയോജനമുണ്ടാകുന്നത്. അതുവരെ നമ്മൾ ഡേഞ്ചറസ് ആണ്. വി ആർ ഡേഞ്ചറസ് സ്പീസീസ്. നമുക്ക് അധിക ശക്തിയുണ്ട്. ഈ ദൈവത്തിൻ്റെ ആത്മാവില്ലെങ്കിൽ വി ആർ ഡേഞ്ചറസ്. അപ്പം നമ്മളോട് ദൈവം പറയുന്ന ഒരു പോയിൻ്റ് യോഹന്നാൻ്റെ സുവിശേഷം 15:9 പറയുന്നു, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവരൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നില്ല. അവരൊന്നാണ്. 3 ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി പോലെ 3 ഗോഡ് ഒന്നിച്ചൊരുപോലെ പ്രവർത്തിക്കുന്നതാണ് ട്രിനിറ്റി എന്ന് പറയുന്നത്. പിതാവ് പുത്രനെ അവരൊന്നായിട്ടാണ് നിൽക്കുന്നത്. ആ ഒന്നായിട്ട് നിൽക്കുന്നതിൽ ഇന്ന് വരെയും വിഘടതയില്ല എങ്കിൽ അത് തന്നെയാണ് ദൈവം നമ്മളോട്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം സ്നേഹബന്ധത്തിലൊന്നാകണം. അത് ശരിയായാൽ അപ്പനും അമ്മയും മക്കളുമുള്ള ബന്ധം ശരിയും, ഭാര്യ ഭർത്താവും മക്കളുള്ള. ഇതില്ലാതെ നമ്മൾ എന്നാ കാണിച്ചു വെച്ചാലും ഈ ഫണ്ടമെൻ്റൽ ട്രൂത്ത് അല്ലെങ്കിൽ ഈ സ്നേഹത്തിൻ്റെ ഉറവയിലേക്ക് നമ്മൾ പോകുന്നില്ല എങ്കിൽ നമ്മൾ നശിച്ചു പോകും. റിമെയിൻ ഇൻ മൈ ലവ്, എൻ്റെ സ്നേഹത്തിൽ വസിക്കുക. അതെങ്ങനെയാണ് സ്നേഹത്തിൽ വസിക്കുന്നത്? ഇസ് ഇറ്റ് പോസിബിൾ? കാരണം ഭൂമി മുഴുവനും തൻ്റെ സ്നേഹം കൊണ്ടുണ്ടാക്കിയതായിട്ട് കാണണം. നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു വലയം നമ്മുടെ വീടിന് ചുറ്റുമുണ്ടാകണം. നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ ഇതൊക്കെ പറയാൻ എളുപ്പമാണെന്ന്, പറയാനും എളുപ്പമല്ല, ചെയ്യാനൊട്ടും മക്കൾ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരികയാണ്. നമ്മളിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം പകർന്നൊഴുകുന്നതായിട്ട് ലഭിക്കുന്നിടം വരെ അവൻ്റെ പുസ്തകത്തിനകത്തിരിക്കുക, അവൻ്റെ വചനത്തിൽ ആശ്രയിക്കുക. ഒരപ്പനും അമ്മയും ചില കൊച്ചു പിള്ളേർ ഓരോന്ന്
ഞങ്ങൾ ഓർഫണേജ് പോലെ ഒരു സ്ഥാപനം ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നടത്തിയായിരുന്നു. 2 പിള്ളേരെ ഞാൻ ഞങ്ങളുടെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ആ പിള്ളേർ നേരം വെളുക്കുമ്പോഴേ ചീത്ത പറയാൻ തുടങ്ങും. അപ്പോൾ അവർ നോക്കുന്നവർ എൻ്റെ ഇരിക്കും ഒന്ന് സങ്കടം പറയും, അയ്യോ ഈ പിള്ളേരുടെ വായിൽ നിന്ന് കേട്ടാൽ മറ്റു പിള്ളേരോട് ചീത്തയാകുന്നു. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചു. ശരിയാണ്, അവർ വീട്ടിൽ അപ്പനും അമ്മയും പറയുന്നത് കേട്ടല്ലേ അവർ പറയുന്നത്, അവർ പുതിയ ഭാഷ ഉണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ ദൈവം പറയുന്ന ശബ്ദം മാത്രമാണ് നമ്മൾ കേൾക്കുകയും പറയുകയും ചെയ്യുന്നതെങ്കിൽ അവൻ്റെ സ്നേഹമേ നമ്മളിൽ കൂടെ വരത്തുള്ളൂ. നമ്മൾ സ്നേഹം ഇല്ലാതാകുന്നതിൻ്റെ അർത്ഥം അവൻ്റെ അടുക്കൽ ഇരുന്നില്ലെന്ന്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ്? ജീവൻ്റെ അർത്ഥം എന്തുവാ? സ്നേഹമാണ്. ആൻഡ് വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെൻറ്റ്? ഏറ്റവും വലിയ ദൈവത്തിൻ്റെ കമാൻഡ്മെൻറ്റ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന എന്താണ്? ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കുക. ഇതിനകത്ത് വേറെ ഒരാൾ കയറാനൊക്കത്തില്ല. നോട്ട് ബിക്കോസ് ഗോഡ് ഡസൻറ്റ്, ഗോഡ് നോസ് ദാറ്റ് സം അതർ തിങ്സ് ക്യാൻ ഡിസ്ട്രോയ് അസ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ 10 കൊച്ചു പിള്ളേരുണ്ടെന്ന്, കൊച്ചുമക്കൾ 10 കൊച്ചുമക്കൾ, എല്ലാവരും 4 വയസ്സിന് താഴെയാണെന്ന് വിചാരിക്കട്ടെ. ഞാൻ എൻ്റെ വീട് ഒരിക്കലും തുറന്നിടത്തില്ല. കാരണം എന്താ? ഞാൻ പുറത്തെ ഗേറ്റ് അടച്ചിടും. കാരണം എന്താ? ഇതുങ്ങൾ അറിഞ്ഞുകൊണ്ട് അറിയാതെ പുറത്തു പോകാതിരിക്കാൻ. Is it for because I don't like them? No, it is because for their protection. അതുപോലെ ചില റിസ്ട്രെയിൻസ് ദൈവം തന്നിരിക്കുന്നത്. സ്നേഹം വിശുദ്ധിയോട് ഉപയോഗിക്കണം. അവിശുദ്ധമായെങ്കിൽ അത് നാശമായി മാറും. ഒത്തിരി സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ പണങ്ങുന്നുണ്ട്, കീരിയും പാമ്പും പോലെ നിൽക്കും. പിന്നെ ഒരാൾ വേറൊരാളെ കുത്തിക്കൊല്ലും, പോയിസൺ ഇട്ട് കൊടുക്കും, വെള്ളത്തിനകത്ത് പോയിസൺ ഒഴിച്ചു കൊടുക്കും. എന്താ? സ്നേഹിച്ചത് ജഡത്തിലായതുകൊണ്ട്. ഉറവ മാറിപ്പോയി, പാമ്പാണ്. എന്നും നീ ഇതാണ് ചെയ്യുന്നത്. ആര് പറഞ്ഞു തരുന്നുണ്ട് ഇങ്ങനെ ഒരു സ്നേഹമുണ്ടെന്നും ഇത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടെന്ന് ആരെങ്കിലും വിളിച്ചു പറയുന്നുണ്ടോ? എല്ലാവർക്കും എവിടെയാണ് അതിശയങ്ങൾ നടക്കുന്നത്, എവിടെയാണ് രോഗശാന്തി കിട്ടുന്നത്, എവിടെയാണ് 10 പേർ ഒന്നിച്ചുകൂടി അല്ലെങ്കിൽ അവിടെ പോകണം എന്നുള്ള ചിന്തയല്ലാതെ എന്തിന് എൻ്റെ കാര്യം എന്താണ്. പക്ഷേ ഈ ഫലങ്ങൾ എന്നിൽ നിന്ന് വരണമെങ്കിൽ മുന്തിരിയാകുന്ന ക്രിസ്തുവിൽ നീ ഉറച്ചു നിൽക്കാതെ, അല്ലപ്പോൾ ഞാനീ ഒരു മുന്തിരി നട്ടേച്ച് മുന്തിരിയുടെ മേളിൽ ഒരു ഗ്രാഫ്റ്റ് ചെയ്തൊരു ഈ ചെടിയും പറിച്ചുകൊണ്ട് ഞാനിങ്ങനെ കൊണ്ടു നടന്നാൽ വല്ല കാലത്തും അതിൽ ഒരു ഇല ഉണ്ടാകുമോ? ഇല്ല. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട്സ് ഹാപ്പനിങ്. ഒത്തിരി കേട്ട് നമ്മൾ മടുത്തുപോയി. സുവിശേഷം കേൾക്കുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ, മറ്റതും കേൾക്കുന്നതിന് കുഴപ്പമില്ല. യൂട്യൂബ് തുറക്കാം, അല്ലാതെ നമ്മൾ പാമ്പിനകത്ത് എന്തിക്കൂടെയും കേൾക്കാം. പക്ഷെ ഏതെങ്കിലും ഒരെണ്ണം ഈ ഒരു മുന്തിരിയെ നിന്നുകൊണ്ട് ഒരു ഫലം കായ്ക്കുന്നുണ്ടോ? ഞാൻ ചിലപ്പോൾ ഞാൻ അമേരിക്കയിൽ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ പിള്ളേരോട് തന്നെ പറയും, എന്തിനാ അധികം പറയുന്നത്? 3 ഫലങ്ങൾ എടുക്കാം. 3 ഫലങ്ങൾ: സ്നേഹം, സന്തോഷം, സമാധാനം. ബാക്കി അവിടെ കിടക്കട്ടെ. ഇത് 3 ഉണ്ടോ? ഇത് പറയുമ്പം സ്നേഹവും സന്തോഷവും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അത് തന്നെ ദൈവത്തോട് ചേർന്ന് നിന്നെങ്കിലേ ഉണ്ടാകത്തുള്ളൂ. അതുണ്ടാക്കാതിരുന്നേച്ച് വെറുതെ നമ്മൾ കുറേ പണം കൊണ്ട് കൊടുത്തിട്ട് ഒരു ഗുണവും ഇല്ലെന്ന്. ലവ് ദ ലോർഡ് യുവർ ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് ആൻഡ് സോൾ ആൻഡ് മൈൻഡ്. പിന്നെ 2ാമത്തെ കൽപ്പന എന്താ പറഞ്ഞത്? നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. സ്നേഹിക്കുന്നുണ്ടോ? അത് നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ. നമുക്ക് നമ്മളോട് വെറുപ്പുണ്ടെന്നേ. ദൈവം നമ്മളിൽ നിന്ന് മാറുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ വെറും. എന്തിനാ ദൈവം എന്നെ സൃഷ്ടിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തിനാ ഉണ്ടായെന്ന് ചോദിക്കുന്നത് കണ്ടിട്ടില്ല. കഷ്ടം വരുമ്പോൾ ഞാൻ എന്തിനാ ജീവിച്ചത്? എന്തിനാ സൂയിസൈഡ് ചെയ്യുന്നത്? നമ്മളെ തന്നെ നമ്മൾ വെറുക്കുമ്പോഴല്ലേ. ആത്മഹത്യ, ആത്മാവിനെ കൊല്ലുകയാണ്. നിന്നെ തന്നെയല്ല, നിൻ്റെ ആത്മാവിനെ കൂടെ. ദ ഹൈറ്റ് ഓഫ് നോൺസെൻസ് ഇല്ലേ? മറുതലിക്കുന്നതിനൊരു അതിരില്ലേ? ദൈവം ക്ഷമയോടെ വഹിക്കുന്നുണ്ടല്ലോ മനുഷ്യനെ എന്ന് ചിന്തിച്ചാൽ മതി. നമ്മളോട് ദൈവം പറയുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവം തന്നിരിക്കുന്ന കൽപ്പനകൾ ദൈവസ്നേഹത്തിൽ എഴുതപ്പെട്ടവയാണെന്നും അതിൽ നിലനിൽക്കണമെന്നും പഠിക്കണം. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആദ്യമേ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് നമ്മൾ പറയണം, കർത്താവ് എനിക്ക് നിൻ്റെ സ്നേഹം ഇട്ട് തരണം. നമ്മൾ ദൈവം എനിക്ക് സ്നേഹം ഇല്ല നിന്നോട്. അത് ഞാനങ്ങനെ പറയുന്നു, എൻ്റെ ദൈവം എനിക്ക് നിൻ്റെ സ്നേഹം ഇല്ല, നിൻ്റെ സ്നേഹം ഇട്ട് തരാമെങ്കിൽ ആ സ്നേഹത്തിൽ ഞാൻ നിന്നെ തിരിച്ച് സ്നേഹിക്കാം. എന്നിട്ട് ആ സ്നേഹത്തിൽ എന്നെ തന്നെ സ്നേഹിക്കാം, ആ സ്നേഹത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കാം. ഉറവ് ശരിയാകണം. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്നേഹമല്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്നേഹമാണെങ്കിൽ കൈൻ കാണിച്ച പോലെ ഉണ്ടാക്കിയ കുറേ പച്ചക്കറിയും കൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിലോട്ട് കൊണ്ടുചെല്ലും. ദാറ്റ്സ് നോട്ട് വാട്ട് ഗോഡ് വാണ്ട്സ്. ഹി നീഡ്സ് യുവർ ഹാർട്ട്. ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ഹാബേൽ. അപ്പം നമ്മൾ പറയേണ്ടത് ഒരു സത്യത്തിനകത്ത് മനസ്സിന് ട്രൂ ലവ് എന്ന് പറയുന്നത്, യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന നദിയാണ്. അതുകൊണ്ട് നമ്മളിൽ സ്നേഹം കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സ്നേഹനദിയിൽ നാം ഇരിക്കുന്നില്ല. യഥാർത്ഥ സ്നേഹവും
പ്രാർത്ഥനയും വിഭജിക്കാൻ കൊക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഫലങ്ങളാണ് വരങ്ങളെക്കാട്ടിലും വിലയേറിയത്. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരത്തിൻ്റെ ഒരു മീറ്റിംഗ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരൊറ്റൊരുത്തർ വരൂല ആ മീറ്റിങ്ങിന്. അതേസമയം ഇവിടെ അതിശയങ്ങളുണ്ട്, രോഗശാന്തിയുണ്ട്, മരിച്ചവരെഴുന്നേൽക്കുന്നുണ്ട് എന്നൊക്കെ പറയുമെങ്കിൽ എല്ലാവരും വരും. കാരണം ദാറ്റ് ഈസ് ദ വരങ്ങൾ. ആ വരങ്ങൾ ആർക്കും ദൈവം ഗിഫ്റ്റായിട്ട് കൊടുക്കും. പക്ഷേ ഫലങ്ങളുണ്ടാണെങ്കിൽ അവനിൽ ഉറച്ചു നിൽക്കണം. അവിടെ ഇവിടെ ഓടിപ്പോയാൽ ശരിയാവില്ല. ഉറച്ചു നിന്നിട്ട് ഫലം ഉണ്ടാക്കി കാണിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കാം. ഫലങ്ങളുണ്ടാകാൻ സ്നേഹമാണ് ദൈവം. സ്നേഹമാകുന്ന ദൈവത്തോട് ഒട്ടിച്ചേർക്കാതെ ഫലം എങ്ങനെ ഉണ്ടാകും? അവിടെ ഇവിടെ എല്ലാം ഓടി നടന്ന് ഫലങ്ങളുണ്ടാക്കുന്നതിന് പകരം വരം ചോദിച്ചുകൊണ്ട് നടക്കുക. വരങ്ങളുടെ സുവിശേഷവും പ്രാർത്ഥനയുണ്ട്. ആളുകൾ വരം കൂടും കാര്യങ്ങൾ നേടാൻ. ദൈവത്തിൻ്റെ ഫലങ്ങളുണ്ടാകുമ്പം യോസഫ് ഫലപ്രദമായൊരു മുന്തിരി, അവൻ മതിലിന്മേൽ പടർന്നുകൊണ്ടിരിക്കുന്നു. അവൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുക. വെള്ളത്തിനരികെ നിൽക്കുന്ന ഫലപ്രദമായ മുന്തിരിവില്. വില്ലാളികൾ അവനെ എതിർത്തു, പക്ഷേ അവൻ്റെ വില്ല് ഉറപ്പോട് നിന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അവൻ്റെ മുന്തിരി അതേപോലെ തന്നെ കായ്ച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ജീവിതം അങ്ങനെയല്ലേ കർത്താവേ? നീയാകുന്ന മുന്തിരിയിൽ കായ്ച്ചെങ്കിൽ മാത്രമേ. ഒരു ജോസഫ് ഉണ്ടായതുകൊണ്ടാണ് ഇസ്രായേൽ ജനതയ്ക്ക് രക്ഷ കിട്ടിയത്. ക്ഷാമം വന്ന ദേശത്തെ രക്ഷിച്ചത് ഒരു ജോസഫാണ്. ഇന്ന് നമുക്കൊക്കെ എത്രയുണ്ടെങ്കിലും ഒരാളെ പോലും സഹായിക്കാൻ വയ്യാത്ത പോലെ ആവശ്യങ്ങളുടെ പട്ടികയാണ്. ആ സ്നേഹമാകുന്ന നിൻ്റെ മുന്തിരിയിൽ നിന്ന് ഫലം കായ്ക്കാൻ മറന്നു പോകുന്നു. അതാ എഴുന്നള്ളി വന്നേ ഒക്കത്തുള്ളൂ. നീയാകുന്ന മുന്തിരിയേക്ക് നിന്ന് ഫലം കായ്ക്കുന്നവരാക്കി മാറ്റി ഞങ്ങളെ ഞങ്ങളുടെ തലമുറയാക്കണം. നീ പറയുന്ന അടിയൻ്റെ വചനം കേൾക്കുന്ന ഓരോ കുടുംബത്തിലും ഉറപ്പിൻ്റെ ആത്മാവിട്ട് കൊടുക്കണം. ദൈവസ്നേഹം ഉറയ്ക്കണം. കർത്താവിൻ്റെ ആത്മാവിൽ മക്കൾ തിരിച്ചു വരേണ്ട അപ്പനും അമ്മയും പ്രാർത്ഥിക്കുമ്പോൾ തിരിച്ചു വരുന്നവർ കാണണം. കടബാധ്യം മാറണമെന്ന് പറയുമ്പോൾ മാറിക്കാണണം. കർത്താവ് വീട്ടിലിരിക്കുന്ന മുന്തിരിയെ നിന്നുകൊണ്ട് ഫലം കായ്ച്ചിട്ട് സമൃദ്ധമായി ഉണ്ടാക്കി കൊടുക്കാനുള്ള കൃപയിട്ട് കൊടുക്കണം. ഇന്ന് മുതൽ നിന്നോട് ചേർന്ന് നിന്ന് ജീവിക്കാനുള്ള ഭാഗ്യം തരുന്നതിന് നന്ദി. നമ്മുടെ തലമുറകളെ നീ അനുഗ്രഹിച്ചിരിക്കുന്നതിന് നന്ദി. നിൻ്റെ ശാശ്വത ഭുജം കൊണ്ട് അവരെ തൊട്ടിരിക്കുന്നതിന് നന്ദി. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.